അതില്ലേ ഇവിടെ മോൻ കുറേ നാളായിട്ട് പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ, ഒരു വാഫൽ മെഷീൻ മേടിക്കാൻ വേണ്ടിയിട്ട്. എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ മടിച്ച് നിൽക്കുമായിരുന്നേ. അപ്പോഴാണ് ആമസോണിൽ 600 റുപ്പീസിന് ഈ ഒരു സംഭവം കണ്ടത്. സംഭവം മേടിച്ചു, അടിപൊളിയായിട്ട് വന്നിട്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇതുണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. 1 കപ്പ് മൈദപ്പൊടി, അതിലേക്ക് വലിയ 4 സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്തു. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, കുറച്ച് ഉപ്പ്, പിന്നെ ബേക്കിംഗ് പൗഡർ എല്ലാം കൂടി ആദ്യം മിക്സ് ചെയ്ത് വെക്കണം. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസിന് വേണ്ടിയിട്ട് പാല്, മുട്ട, അതുപോലെ എണ്ണ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് വേറെ ഏത് ഓയിൽ എടുത്താലും വലിയ പ്രശ്നം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ മുമ്പിൽ നിൽക്കും. ഇത് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന പൊടിയുടെ മിക്സില്ലേ, അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ബാറ്റർ ഞാൻ കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ വാഫൽ മെഷീൻ ചൂടായി വരും കേട്ടോ. അപ്പോൾ ഗീയോ ബട്ടറോ ഒന്ന് തടയി കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരു 5 to 6 മിനിറ്റ്സ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോഴത്തേനും വാഫൽ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. തുറന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ചില സ്ഥലങ്ങളിൽ കുറച്ച് സോഫ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പണി പാളിയെന്നാണ്. പക്ഷേ ഇതെടുത്ത് മാറ്റി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എല്ലായിടും ഒരുപോലെ ക്രിസ്പി ആയിട്ട് വന്നേ. ഇതിപ്പോൾ വെറുതെ കഴിക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കാം, അതല്ല ഹണിയുടെ കൂടെയോ ചോക്ലേറ്റിൻ്റെ കൂടെ ഐസ്ക്രീമിൻ്റെ കൂടെ ഒക്കെ കഴിക്കുമ്പോഴത്തേനും അടിപൊളിയാണ് കേട്ടോ.